എന്ത് നേടി, എന്താണ് നീ ഈ ലോകം കണ്ടിട്ട് എന്താണ് നേടി എന്നുള്ളത് ചോദിക്കുമ്പോ എനിക്ക് അതാണ്. ഞാൻ ഒരുപാട് എന്താ പറയാ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട മനുഷ്യര്, എന്താ പറയാ, എന്റെ സ്വന്തം പോലെയുള്ള, സ്വന്തം അമ്മയും അച്ഛനെയും പോലെയുള്ള ആൾക്കാർ വേറെ ഒരു രാജ്യത്ത് നിന്നും ലിഫ്റ്റ് അടിച്ചുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണ്. സോ അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആ ആളുകളുണ്ടല്ലോ, ആ വ്യക്തികളാണ് എന്നെ ട്രാവൽ ചെയ്യാൻ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോ ചില ആൾക്കാർക്ക് ഉണ്ടാവും 100 രാജ്യം പോയാൽ നിർത്തണം, അല്ലെ ഇത്ര സ്പെസിഫിക് രാജ്യങ്ങൾ പോയാൽ മതി. എനിക്ക് എല്ലാ രാജ്യവും പോകണം എന്ന് തോന്നുന്നത് പോലും മേ ബി ഞാൻ ഇതുപോലത്തെ മനുഷ്യരെല്ലാരും മിസ് ചെയ്ത് പോയാലോ, എന്റെ ലൈഫിൽ ഇനി ഇതുപോലത്തെ ഒരുപാട് മനുഷ്യരെ എനിക്ക് കാണണം. എന്റെ ട്രാവലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടുക, അവരിൽ ഒരാളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അവരെന്താണോ ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് അവര് ചെയ്യുന്നത്, അവരുടെ കൂടെ തന്നെ നിന്ന് അവരിൽ ഒരാളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ പുതിയൊരാളാവല്ലേ. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒരു ബുക്ക് വായിച്ചോണ്ടോ മൂവി കണ്ടോണ്ടോ പറ്റില്ലല്ലോ, അത് ഫീൽ ചെയ്യല്ലേ, എക്സ്പീരിയൻസ് ചെയ്യല്ലേ. ഓക്കെ. അതേപോലെ ഇങ്ങനെയുള്ള ട്രാവൽ ചെയ്യുമ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലല്ലേ? ഇപ്പൊ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ബൈക്കിൽ പോകുന്ന വീഡിയോ ഇല്ലേ, ആ സ്ഥലം ഭയങ്കര ഹോണ്ടഡ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഇതുവഴിയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ വല്ല നെഞ്ചെടുപ്പ് വന്ന് വീഴുമോ എന്നുള്ള പേടിക്കുന്ന പോലത്തെ സ്ഥലത്ത് അവിടെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പൊ നടു റോഡിൽ ഇറങ്ങി നിൽക്കേണ്ട വന്നു. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ എങ്ങനെയാ കൂടുതലും? എനിക്ക് ഭയങ്കര പാനിക് ആയിട്ടൊരു അരുണിമേനെ ഞാൻ കണ്ടു അവിടെ. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ്. ഏറ്റവും കൂടുതൽ ഞാൻ പേടിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അവിടെ ഓൾറെഡി ആ ഒരു വണ്ടി കിട്ടിയത് തന്നെ അത് അങ്കോളയിൽ വെച്ചിട്ടാ. നടക്കുമ്പോ തന്നെ ഫുൾ ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയും ഗ്രാവൽ റോഡും, രണ്ട് സൈഡും കാടും, അങ്ങനെ നെറ്റ്വർക്ക് ഇല്ല, ഒന്നുമില്ല. ലൈക്ക് ഒരു കണക്ഷനോ ഒന്നുമില്ല. വില്ലേജസ് തന്നെ ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ ആക്ച്വലി വീഡിയോ ഓൺ ആക്കുവാണ് ചെയ്തത്. അപ്പൊ ആള് പറഞ്ഞു, ലൈക്ക് ആൾ എന്നെ ബാക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്താ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്, ആള് പോർച്ചുഗീസിലാണ് പറയുന്നത്. എനിക്ക് ഭാഷ പോലും അറിയില്ല. അപ്പൊ ആള് പറഞ്ഞു ബാക്കിൽ ഇങ്ങനെ ചൊറിഞ്ഞതാണ് പറഞ്ഞിട്ടാണ് ആള് കാണിക്കുന്നത്. പിന്നെ ഞാൻ ലൈക്ക് ഷൗട്ടായിട്ടാണ് പറയുന്നത്. ചൂടായിട്ട് പറയുമ്പോ അവര് തിരിച്ചു പോവാണ് ചെയ്തത്. അയാൾ ആ വഴിയിലേക്കേ അല്ല പോകുന്നത്, അല്ല തിരിച്ചാണ് പോയത്. അതെനിക്ക് ഭയങ്കര ഇതായിട്ട് സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്തു. ആ ഒരു ഫീൽ എനിക്ക് വന്നു. കാരണം ആള് തിരിച്ചു പോയി, അല്ലെങ്കിൽ നേരെ പോവായിരുന്നല്ലോ. അപ്പോ അതിനുശേഷം എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ ആ വീഡിയോ കണ്ടറിയാം, ഒരുപാട് നല്ല ഫാമിലിന്റെ അടുത്താണ് ഞാൻ പോയത്. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണെങ്കിലും അവര് കുറെ സോറി പറഞ്ഞു. അവർക്ക് ഇവൻ അങ്ങനെ ആക്ഷൻ എടുക്കാനുള്ള ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല. അവരെനിക്ക് പോർക്കിന്റെ ഒരു ഫുഡൊക്കെ തന്നെ നൈസായിട്ട് ഒഴിവാക്കി. അവര് കുറെ സോറി പറഞ്ഞു. ഈവൻ നമ്മള് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് സംസാരിക്കുന്നത്. ഒരു ചെറിയ വില്ലേജിൽ കുറച്ച് ഇന്റർനെറ്റ് കിട്ടിയ സമയത്ത്. അപ്പോ അതാണ് ആ ബാഡ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഞാൻ അത്രയും പാനിക് ആയിട്ടും ഞാൻ അടുത്ത സ്ഥലത്ത് എത്തിയപ്പോ നല്ല ഇതാണ് എനിക്ക് ഉണ്ടായത്. ഈവൻ അന്ന് ഞാൻ കഴിച്ചത് അവിടെ ചോറാണ് കഴിച്ചത്, പച്ച ചോറ്. അതിൽ മൊത്തം കല്ലായിരുന്നു. ആ കല്ല് തുപ്പിയിട്ട് ഞാൻ ഇങ്ങനെ കളയുമായിരുന്നു. അത് ഒരു രാജ്യത്തിന്റെ ദാരിദ്ര്യം ഭയങ്കരമായി എടുത്ത് കാണിക്കുന്ന. അത് മാത്രല്ല, അവിടെ കിടക്കുന്ന ആ റൂമിലാണെങ്കിൽ ഒരു വീട്ടില് 10 ആളൊക്കെ ഉണ്ട്. മത്തി ഇങ്ങനെ പൊരിക്കാൻ ഇട്ട പോലെ അവർ ഉറങ്ങുന്നത്. എന്നിട്ടും അവർ എനിക്ക് നല്ലൊരു സ്പേസ് തന്നു കിടക്കാൻ. സോ അങ്ങനെ ഒരു പരിചയമില്ലാത്ത എന്നെ അവർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഹ്യൂമാനിറ്റി ആണ് എന്താ പറയാ എന്റെ ട്രാവലിന്റെ ബേസ് എന്ന് എനിക്ക് പറയാം. അതുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ലോകത്ത് എനിക്കുണ്ടാവുന്നത് മോശം അനുഭവങ്ങളും ലോകത്ത് മോശം ആളുകളും ആണെങ്കിൽ ഞാൻ ഓൾറെഡി അത് എക്സോസ്റ്റഡ് ഫീൽ ആയിട്ട് ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ കൂടുതൽ ഞാൻ നല്ല ആളുകളെ കാണുന്നോണ്ടാ. ഇന്ത്യയില് മോശപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞ് ഈ കുട്ടി പുറത്തേക്ക് പോയിട്ട് അവിടെ നിറച്ച് മോശം അനുഭവങ്ങളാണല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോ, ഈ മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇന്ത്യ ബെറ്റർ ആണോ? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഓരോ സിറ്റുവേഷനില. കാരണം ഞാനിത് ഏതോ ഇന്റർവ്യൂല് പറഞ്ഞതാണ് എല്ലാരും എടുത്ത് പറയുന്നത്. സ്റ്റിൽ അത് 2 ഇയേഴ്സ് മുന്നേ എന്തോ പറഞ്ഞതാണ്. അത് സേഫ് അല്ലെന്ന് പറഞ്ഞ്. കാരണം ഓൾറെഡി എനിക്ക് തോന്നുന്നു 8 മന്ത്സോളം ഞാൻ എത്യോപ്യയും കെനിയ അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ട് പിന്നെയും ഞാൻ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തു. അപ്പൊ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. സെക്കൻഡ് ടൈം പോയപ്പോഴാണ് എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്താ പറയാ, ഇന്ത്യയിൽ എനിക്ക് കൂടുതൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അത് ചേഞ്ച് ആവുമല്ലോ. വേറെ ആഫ്രിക്ക എന്ന് പറയുന്ന 54 രാജ്യം, അതുപോലെ അറിയാത്ത ആളുകളാണ് ഈ വന്ന് കമന്റ് ഇടുന്നത്. ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് അല്ല, ഒരു കൺട്രിയാണ്. അതിന്റെ ക്യാപിറ്റൽ സിറ്റി സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളും ഇന്നത്തെ കാലത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത്. സോ ആദ്യത്തെ എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പറയാലോ. പിന്നീട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴാണ് ഞാനത് പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നല്ലോ. എക്സ്പീരിയൻസ് മാറുമ്പോഴല്ലേ നമ്മളെ സ്റ്റേറ്റ്മെന്റ്സ് മാറുന്നത്.
അതൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ലാത്തവരാ അതാ പറയുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പം ഈ റീസെന്റ് ഉള്ള ഇഷ്യൂ തുർക്കിയിൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അവിടെ ആൾക്കാര് കമന്റ് ചെയ്തതിനകത്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇന്ത്യ സേഫ് അല്ല എന്ന് പറഞ്ഞ് പോയ കുട്ടികൾ എന്നിട്ട് ഇപ്പൊ എന്തായി അതെന്താ ഇന്ത്യ സേഫ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ പാടില്ലേ വേറെ കൺട്രിന്ന്? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ്. ഓക്കെ, ഇനി ഈ ഇടയ്ക്ക് മറ്റേ ഗോത്രവർഗത്തിലേക്ക് എങ്ങാണ്ട് മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ കേട്ടു. അത് ഞാനിങ്ങനെ ഓൾറെഡി ഹിച്ചാക്ക് ചെയ്ത് വന്ന ഒരു ഗ്രാമത്തിലെത്തിയ സമയത്ത് അവിടെ ഒരു വില്ലേജിൽ പോയി. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവരെനിക്ക് എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം തന്നു, ഇങ്ങനെ ലേഹ്യം പോലെ ഇരിക്കണം. അത് പല്ലിന്റെ ഇടയിൽ വെച്ചു. മെഡിസിൻ ആണ് ഇത്, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസും ഫോക്കസും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ഞാൻ ഇങ്ങനെ ഇരുന്നു, ചാരിയൊക്കെ ഇരുന്നൊരു സംഭവമായിരുന്നു. എനിക്കിങ്ങനെ എന്തോ ഒരു തലക്കൊരു വേദന ഒക്കെ പോലെ വരുന്നുണ്ടായി. കാരണം ഞാൻ സിഗരറ്റ് പോലും വലിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പെട്ടെന്ന് എന്തായി. അത് കഴിഞ്ഞിട്ട് ഒരു പറഞ്ഞു ഇത് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവമാണ്, എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എല്ലാം ക്ലിയർ ആവുന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സ്പിരിച്വാലിറ്റി കുറച്ച് പൗഡർ പോലത്തെ ഒരു സാധനം ഇങ്ങനെ കഴിച്ചു. അപ്പൊ തന്നെ ഞാൻ വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്തപ്പോ അവിടുത്തെ ആൾക്കാർ ഞാൻ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വൊമിറ്റ് ചെയ്തു. അതായത് അങ്ങനെ അത് അവരുടെ ഒരു കൈൻഡ് ഓഫ് ഡ്രഗ് ആണ്. പക്ഷെ അവരുടെ വിശ്വാസത്തില് അത് അവർക്ക് ഇപ്പൊ നമ്മളുടെ ശിവനെ തന്നെ കഞ്ചാവിൽ എത്ര നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഏതോ ശിവന്റെ എന്തോ ഫെസ്റ്റിവൽ ഉള്ള സമയത്ത് ലീഗലി പോലീസുകാരനാണ് വന്നതാക്കുന്നത്. അതിനൊന്നും ഇഷ്യൂ ഇല്ലല്ലോ. അത് സ്പിരിച്വലി വരുമ്പോ ഡ്രഗ് ആയാലും എന്തായാലും ഇഷ്യൂ ഇല്ല, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അല്ലാത്തപ്പോ കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ നടക്കുന്നത്. സോ അങ്ങനെ ഞാൻ വോമിറ്റ് ചെയ്തിട്ട് അവര് പിന്നെ പറഞ്ഞു എന്താണ് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, നീ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അപ്പൊ ഓൾറെഡി അവിടെ ഞാൻ നോക്കിയപ്പോ ഫ്രാൻസിൽ നിന്നും അർജന്റീനയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ എന്നെ പോലെ വന്നവരാ. പിന്നെ അവർ അവിടെ തന്നെയാ. ഞാൻ പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ടു. ലൈക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഞാൻ ഇന്ന് പുറത്താണ് താമസിക്കുന്നത്, നാളെ ഞാൻ ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി. എനിക്കിത് കേട്ടപ്പോഴേ പെട്ടെന്ന് യോധയ്ക്കകത്ത് ജഗതി പോയിട്ടൊരു, കാരണം അവരെന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഫേസ് മാത്രം എടുത്തത്. അവിടെ നിങ്ങൾ കണ്ടാൽ തന്നെ പേടിക്കും. കാരണം ഫുള്ള് എന്താ പറയാ സ്കള്ള് അങ്ങനത്തെ സംഭവങ്ങള്, ഒരു ബ്ലാക്ക് മാജിക് സംഭവം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവിടെയും. പിന്നെ അവരെന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആമസോൺ ഫോറസ്റ്റിലേക്ക് പോവാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവിടെയും സെയിം സിറ്റുവേഷൻ ഉണ്ടാവുന്നു. പക്ഷെ അവിടെയും സെയിം സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ അവര് ഫോഴ്സ്ഫുള്ളി ഒന്നും നമ്മളത് യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. എൻ്റെ ഒരു സ്വിറ്റ്സർലൻഡിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ താമസിച്ചതിന് ശേഷം എനിക്ക് കൂടുതൽ ദിവസം അവിടെ താമസിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ താമസിക്കാൻ പറ്റില്ല, ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അവിടെ വരാറ്, അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരേണ്ട സിറ്റുവേഷൻ വന്നു. ആ സ്വിറ്റ്സർലൻഡിൽ ആ പയ്യൻ ഓൾറെഡി അവിടെ 2 months ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് അവിടെ നിൽക്കാം. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത്. പിന്നെ എന്തോ ബ്ലാക്ക് മാജിക് സംഭവങ്ങളുണ്ട്, പിന്നെ എന്താ പറയാ ആയുർവേദ മെഡിസിൻസ് എന്തൊക്കെയോ ആള് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി മാത്രം ആളുകൾ അവിടെ വരാറുള്ളൂ. ഞാനിതൊക്കെ കാണാൻ വേണ്ടിട്ടാ. പക്ഷെ അതൊന്നും എന്റെ വീഡിയോയിലില്ല. കാരണം അവര് വീഡിയോ എടുക്കാൻ എന്റെ ഓൾറെഡി റെയ്ബാന്റെ മറ്റേ മെറ്റാ ക്ലാസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ അവരെ ഇതാക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. കാരണം ആ സ്വിറ്റ്സർലൻഡിൽ അവൻ അറിയാതെ, അപ്പൊ അവൻ അവിടെ താമസിക്കുന്നോണ്ട് എന്തെങ്കിലും ഇതായ അവനും ഇതാവുന്നുള്ള രീതിയിൽ അങ്ങനെ പോയി പെട്ടു പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ട്? അങ്ങനെ ഞാനങ്ങനെ ആരും കണ്ടില്ല. ഈ ഒരു അർജന്റീനയിലും ഫ്രാൻസിലെയും 2 പേരാണ് കണ്ടു. പക്ഷെ അവരിൽ ഒരാളെ ലോക്കൽ ആളെ പോലെ തന്നെ ആയി. അതായത് അവരും എന്നെ ഇങ്ങനെ ഇത് ഭയങ്കര നല്ലതാണ്, എന്താ പറയുക ലൈഫ് പണ്ട് ഭയങ്കര ഇതായിരുന്നു, ഇപ്പൊ നല്ലതാണ്, ഇപ്പൊ ഞാൻ എന്തോ സ്പിരിച്വൽ വേലാണ് എന്നൊക്കെ പറഞ്ഞ് അവരെന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അവര് പറയുന്നത്. എന്തോ ട്രിപ്പ് കിട്ടിയതായിരിക്കും. അങ്ങനെ ഒരു ലൈക്ക് അവരേ ഉള്ളൂ 6 months ആയി അവിടെ അങ്ങനെ നിൽക്കുന്നു.